മോഹൻ ഭാഗവതിന്റെ അവകാശവാദം അപലപനീയമെന്ന് സിബിസിഐ. ഗർഭാപ്പസി ഇല്ലെങ്കിൽ ആദിവാസികൾ ദേശവിരുദ്ധരായി മാറുമെന്ന് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി പറഞ്ഞതായി ആർഎസ്എസ് മേധാവി മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന ഞെട്ടിക്കുന്നതും സംശയാസ്പദവുമാണെന്ന് സിബിസിഐ വ്യക്തമാക്കി. കാലങ്ങളായി വിവേചനവും അടിച്ചമർത്തലും അനുഭവിക്കുന്ന ആദിവാസികളുടെ മൗലികാവകാശങ്ങളും മനസ്സാക്ഷി സ്വാതന്ത്ര്യവും വീണ്ടും വെട്ടിച്ചുരുക്കാനുള്ള ആർഎസ്എസിന്റെ ഗൂഢശ്രമങ്ങൾ ആശങ്കാജനകമെന്ന് ഭാരത കത്തോലിക്കാ മെത്രാൻ സമിതി വ്യക്തമാക്കി. ഗർഭാപ്പസി ഇല്ലെങ്കിൽ ആദിവാസികൾ ദേശവിരുദ്ധരായി മാറുമെന്ന് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി പറഞ്ഞു എന്ന പേരിൽ ആർഎസ്എസ് മേധാവി മോഹൻ ഭാഗവത് ഇൻഡോറിൽ നടത്തിയ അവകാശവാദം ഞെട്ടിക്കുന്നതും സംശയാസ്പദവുമാണെന്ന് സിബിസിഐ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. വ്യക്തിപരമായ കൂടിക്കാഴ്ചയിൽ പ്രണബ് പറഞ്ഞതായി പറയുന്ന കെട്ടിച്ചമച്ച വിവാദ വാചകങ്ങൾ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ആർഎസ്എസ് മേധാവി പറയാതിരുന്നത് സംശയകരവും നിക്ഷിപ്ത താൽപര്യത്തോടെയുമാണ്. വിഎച്ച്പിയുടെയും സമാന സംഘടനകളുടെയും അക്രമാസക്തമായ ഗർഭാപ്പസി പരിപാടിയെ വെള്ളപൂശാനുള്ള ഗൂഢശ്രമമാണ് ഭാഗവതിന്റെ വിവാദ പ്രസ്താവന. പൈശാചികവും ദുഷ്ടവുമായ ഉദ്ദേശ്യത്തോടെയാണിതെന്നും ഭാരത കത്തോലിക്കാ മെത്രാൻ സമിതി തുറന്നടിച്ചു. അന്തരിച്ച മുൻ രാഷ്ട്രപതിയുടെ പേരിൽ വ്യക്തിഗത സംഭാഷണം ഉദ്ധരിക്കുന്നത് തന്നെ ഗുരുതരമാണ്. പ്രണബിന്റെ സംഭാഷണം അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നില്ലെന്നും സിബിസിഐ വക്താവ് ഫാദർ റോബിൻസൺ റോഡ്രിഗസ് വിശദീകരിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആദിവാസികളുടെ മനസ്സാക്ഷി സ്വാതന്ത്ര്യത്തിന്റെ വിനിയോഗം വെട്ടിക്കുറയ്ക്കുന്നതാണ് യഥാർത്ഥ ദേശവിരുദ്ധ പ്രവർത്തനമെന്ന് ഭാരത കത്തോലിക്കാ മെത്രാൻ സമിതി ചൂണ്ടിക്കാട്ടി. ഭരണഘടന അനുശാസിക്കുന്ന അന്തസ്സോടെ മനുഷ്യരോടൊപ്പം ജീവിക്കാൻ അർഹതയുള്ള ആദിവാസികളെയും മറ്റ് ദുർബലരെയുമാണ് ദേശവിരുദ്ധരെന്ന് വിളിക്കുന്നത്. മറഞ്ഞിരിക്കുന്ന ഉദ്ദേശ്യവും ക്ഷുദ്രകരമായ അജണ്ടയുമാണ് ഇതിലൂടെ പുറത്തുവരുന്നതെന്നും ഭരണഘടനയുടെ അനുച്ഛേദം 38, 39, 43 എന്നിവ പ്രകാരം ദരിദ്രരും ദുർബലരും അടിച്ചമർത്തപ്പെട്ടവരുമായ വിഭാഗങ്ങൾക്കെതിരെയുള്ള ശക്തരുടെ കുതന്ത്രങ്ങളിലും കുപ്രചരണങ്ങളിലും രാജ്യത്തെ നല്ലവരായ ജനങ്ങൾ വീഴില്ല എന്നും ഭാരത കത്തോലിക്കാ മെത്രാൻ സമിതി ചൂണ്ടിക്കാട്ടി. അഹിംസയിൽ വിശ്വസിക്കുന്ന സമാധാനപ്രിയരും സേവനത്തിൽ അധിഷ്ഠിതരുമായ ക്രൈസ്തവ സമൂഹത്തെ ദേശവിരുദ്ധരെന്ന് 3 തവണ നിരോധിക്കപ്പെട്ട സംഘടന വിളിക്കുന്നത് നിർഭാഗ്യകരമാണെന്നും സിബിസിഐ കൂട്ടിച്ചേർത്തു. രാഷ്ട്ര നിർമ്മാണത്തിൽ ക്രൈസ്തവരുടെ സംഭാവന പ്രസിദ്ധമാണ്. സ്വാതന്ത്ര്യസമരം, വിദ്യാഭ്യാസം, ആരോഗ്യ പരിചരണം, സാമൂഹിക ഉന്നമനം തുടങ്ങി വിവിധ മേഖലകളിൽ അഭിനന്ദാർഹവും പ്രശംസനീയവുമായ പ്രവർത്തനങ്ങൾ നടത്തിയ സമൂഹമാണ് ക്രൈസ്തവരെന്നത് മറക്കരുത് എന്നും സിബിസിഐ പറഞ്ഞു. ആദിവാസികൾക്കും ക്രൈസ്തവർക്കുമെതിരെ കൃത്രിമവും പ്രചോദിതവുമായ പ്രചരണം അഴിച്ചുവിടുന്നതിൽ രാജ്യത്തെ 2.3% മാത്രമുള്ള ക്രൈസ്തവ സമൂഹത്തിന് വലിയ വേദനയുണ്ടെന്നും സിബിസിഐ വ്യക്തമാക്കി. രാജ്യത്തിന്റെ ബഹുസ്വരതയെയും മതേതരത്വത്തെയും തകർക്കുന്നതും വിദ്വേഷവും അക്രമവും നിലനിർത്തുന്നതുമായ വിഭജന രാഷ്ട്രീയത്തിനെതിരെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വവും പാർലമെന്റ് അംഗങ്ങളും മാധ്യമങ്ങളും പ്രതികരിക്കണമെന്ന് കത്തോലിക്കാ മെത്രാൻ സമിതി ആവശ്യപ്പെട്ടു. നാഷണൽ ഡെസ്ക്, ഷിക്ന ന്യൂസ്.